ഈ ഒരു പോസ്റ്റ് കാണാത്ത മലയാളികൾ അല്ലെങ്കിൽ ആളുകൾ കുറവായിരിക്കും കേട്ടോ. കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു ഫോട്ടോ ആണിത്. ഇനി ഇതറിയാത്തവർക്ക് വേണ്ടി വളരെ ചുരുക്കി ഞാൻ എന്ന് പറഞ്ഞു, അതായത് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ആ ഒരു പോസ്റ്റിന്റെ ചുരുക്കി ഇങ്ങനെയാണ്. ഡബ്ബിംഗ് തിയേറ്ററിലെ വർക്ക് കഴിഞ്ഞ് ടാക്സിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബൈക്കുള തെരുവോരത്ത് കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ട സൽമ കാറ് നിർത്താൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. ഡ്രൈവർ പക്ഷെ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ അതൊന്നും വകവെക്കാതെ സൽമ അന്നത്തെ കാലത്ത് അനുപമ എന്ന നടി അവിടെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു, ചോര കുഞ്ഞിനെ കരച്ചിൽ കേട്ടു. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, ആ ഒരു ചോര കുഞ്ഞിനെ എടുത്തു നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഭർത്താവ് സലീം ഖാൻ തിളങ്ങി നിൽക്കുന്ന കാലമായിരുന്നു. ഷൊലയുടെ തിരക്കഥാകൃത്ത് അന്നത്തെ മാർക്കറ്റ് വാല്യൂ സലീം ഖാനാണ് തീരുമാനിക്കുന്നത്. അത്രക്ക് പവറായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ഡോറിലൊന്ന് മുട്ടി ഭർത്താവ് ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു രീതിയിൽ വന്ന് ഭാര്യ ഒരു ചിരി പാസ്സാക്കി. അങ്ങനെ അവരും തിരിച്ചൊരു ചേരി പാസ്സാക്കി ആ തെരുവിലെ കുഞ്ഞിനെയും ഒന്ന് നോക്കി. അങ്ങനെ എന്നിട്ട് ഈ സൽമയും ഭർത്താവും ഒരു കാര്യം തീരുമാനിച്ചു, ഈ കുട്ടിയെ ഉപേക്ഷിച്ച മാതാപിതാക്കളുണ്ടല്ലോ അവരെ ഒന്ന് കണ്ടുപിടിക്കണമെന്നുള്ളത്. അങ്ങനെ ഫൈനലി അവരവസാനം ആ ഒരു മാതാപിതാക്കളെ കണ്ടെത്തി. അവസാനം അവരെത്തിപ്പെട്ടത് ഒരു ചെറ്റക്കുടലിലാണ്. അങ്ങനെ ഈ ഖാന് അവരോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ ഒരു കുട്ടിയെ കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിച്ചത് എന്നുള്ളത്. അപ്പോൾ അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു, സാമ്പത്തിക പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഉപേക്ഷിച്ചത് എന്നുള്ളത്. അപ്പോൾ ഇവർ ചോദിച്ചു, ഞങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിച്ചാൽ ഈ ഒരു കുട്ടിയെ നിങ്ങൾ സംരക്ഷിക്കുമോ എന്നുള്ളത്. പക്ഷെ ആ ചോദ്യത്തിന് ഇവിടുന്ന് മറുപടി ഒന്നും വന്നില്ല. അങ്ങനെ ഈ പറയുന്ന ഭർത്താവ് സലീം ഖാന് തൻ്റെ പോക്കറ്റിലുള്ള കുറച്ച് പൈസ എടുത്തു കൊടുത്തു, ഒരു നോട്ടുകെട്ട് എടുത്തു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അവർ കെട്ടുകെട്ട ദമ്പതികളുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇനിയും നിങ്ങൾ ഈ ഒരു കുട്ടിയെ അന്വേഷിക്കാൻ വരരുത്, വന്നാൽ ഉള്ളതാണ് ഈ ഒരു പോസ്റ്റിൽ പറയപ്പെടുന്നത്. അങ്ങനെ ആ ഒരു പൈസയും കൊടുത്ത് ആ ഒരു ചോര കുഞ്ഞിനെ അവരവരുടെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. തൻ്റെ 3 ആൺമക്കളോടൊപ്പം ആ ഒരു പെൺകുട്ടിയെ വളർത്താൻ ഇവർ തീരുമാനിച്ചു. അങ്ങനെ ഈ തീരുമാനിച്ചപ്പോൾ സമൂഹമടക്കം എല്ലാവരും, മാതാപിതാക്കളടക്കം, ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളടക്കം എല്ലാവരും അതിനെ എതിർത്തു. അങ്ങനെ ഫത്വ ഒക്കെ ഇവിടുന്ന് കൽപ്പിച്ചു, മഹലിൽ നിന്ന് ഫത്വ ഒക്കെ ഇത് കൽപ്പിച്ചു. സ്വന്തം പെങ്ങളുടെ മരണം കാണാൻ പോലും അനുവദിച്ചില്ല, പള്ളിയിൽ നിന്നൊക്കെ വിലക്കി. പക്ഷെ എന്നാലും അവർ ആ കുഞ്ഞിനെ കൈവിട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഖാനും ഭാര്യയും ആ തെരുവിൽ നിന്നെടുത്ത പെൺകുട്ടിയുടെ പേരാണ് അർപ്പിത സലീം എന്നുള്ളത്. അവൾക്ക് ഇപ്പോൾ എണ്ണം പറഞ്ഞ 3 സഹോദരങ്ങളുണ്ട്, സൽമാൻ ഖാൻ, അർബാസ് ഖാൻ, സുഹൈൽ ഖാൻ. അങ്ങനെ ഈ പറയുന്ന സഹോദരങ്ങളുണ്ടല്ലോ, ആ ഒരു പെൺകുട്ടിയെ, സഹോദരിയെ നിലത്തൊന്നും വെക്കാതെ, താഴെയും നിലത്തും ഒന്നും വെക്കാതെ ആ കുഞ്ഞിപ്പെങ്ങൾ അവർ നെഞ്ചിലേറ്റി, നിറത്തിലോ കുലത്തിലോ തങ്ങളുമായിട്ട് യാതൊരു സാമ്യമില്ലെങ്കിലും അവൾ ആ വീട്ടിലെ ഭാഗ്യ നക്ഷത്രമായി, ആ ഒരു വീട്ടിലെ മാണിക്യക്കല്ലായി. കൂടാതെ അവളുടെ വിവാഹം ഉണ്ടല്ലോ അവർ ഏറ്റവും വലിയ ആഘോഷമാക്കുകയും ചെയ്തു. ഇതാണ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്നത്. ഈ ഒരു പോസ്റ്റ് വായിച്ചപ്പോൾ സത്യം പറയാമല്ലോ, കണ്ണ് നിറഞ്ഞിട്ടോ. ഇതുപോലത്തെ നല്ല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. എന്തായാലും സൽമാൻ ഖാൻ്റെ മാതാപിതാക്കളുണ്ടല്ലോ, ഈ ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി ഇത്രത്തോളം ആക്കിയ ആ ഒരു മാതാപിതാക്കൾക്ക് അതിനുള്ള പ്രതിഫലം ഒരു അണുവിണ്ണ് വ്യത്യാസമില്ലാതെ സാക്ഷാൽ തമ്പുരാൻ കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുണ്ടോ. എന്തായാലും ഈ ഒരു വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഇവർക്ക് നല്ലൊരു കുടുംബം തന്നെ ഉണ്ടാവട്ടെ എന്നുള്ളതും പ്രാർത്ഥിക്കുന്നു.